ജെറിയുടെ നോട്ടം അവളിൽ നാണം നിറച്ചു. അവൾ അവൻ്റെ കവിളിൽ നിന്നും കൈയെടുത്തു. അവനിൽ നിന്നും കണ്ണുകൾ താഴ്ത്തി. ജെറിക്ക് അത് കണ്ട് ചിരി വന്നു. സോഫി, എനിക്കുള്ള മറുപടി ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. പോ ജെറിച്ചായ. അവൾ തിരിഞ്ഞോടാൻ ഭാവിച്ചു. അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് അവളെ ഒന്ന് കറക്കി. അവൾ കറങ്ങി വന്ന് അവൻ്റെ അടുത്തേക്ക് വന്നതും അവൻ അവളെ ചുറ്റിപ്പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവൻ്റെ ശരീരത്തിൽ തട്ടിയതും അവൾ ഒന്ന് ഞെട്ടി. പിടച്ച മിഴികൾ ഉയർത്തി അവനെ നോക്കി. അവൻ്റെ കൈകൾ ഇടുപ്പിലമർന്നത് അവൾ അറിഞ്ഞു. അവൾ വിരലിൽ കുത്തി ഉയർന്നു. അവൻ അവളുടെ മിഴികളിൽ നോട്ടമിട്ടു. അവൻ്റെ ചുണ്ടുകൾ ആ മിഴികളിൽ ആദ്യമായി അമർന്നു. അവൾക്ക് തൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന സന്തോഷം തോന്നി. ഇരു കണ്ണിലും ഉമ്മ വച്ച അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. വല്ലാതെ ചുവന്നു പോയിരുന്നു ആ പെണ്ണ്. അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിലെ തിളക്കം, അവൻ്റെ നെഞ്ചിടിപ്പ് അവളുടെ കാതിൽ പതിച്ചു. അവൾ മെല്ലെ കൈ ഉയർത്തി അവൻ്റെ ഹൃദയത്തിന് മേലെ വച്ച് അവൻ്റെ കണ്ണിലേക്ക് നോക്കി. എന്തിനാ ഇങ്ങനെ? ഇതിപ്പോ പൊട്ടുവല്ലോ. അവൻ ഒന്ന് ചിരിച്ചു. ഏറ്റവും മനോഹരമായ പുഞ്ചിരി. എനിക്ക് ഇങ്ങനെയൊക്കെ ആദ്യമായാണ്, അതുകൊണ്ടാവും. അത് ടെൻഷൻ കൊണ്ടല്ല സോഫി, സന്തോഷം കൊണ്ടാ. ഞാൻ വല്യപ്പച്ചനോട് പറയട്ടെ ഈ കുറുമ്പിയെ എനിക്കിഷ്ടമാണെന്ന്. അവളുടെ മിഴികൾ വിടർന്നു. പെട്ടെന്ന് അവിടെ ആശങ്ക പടർന്നു. എന്താടാ? അവളുടെ മുഖം മാറിയത് കണ്ട് അവൻ ചോദിച്ചു. അത് വല്യപ്പച്ചൻ എന്നെ. അവളുടെ ആശങ്ക അവന് മനസ്സിലായി. എന്റെ കൊച്ച്, ഒന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ. വല്യപ്പച്ചന് എന്റെ ഇഷ്ടമാ മറ്റെന്തിനേക്കാളും വലുത്. അതുപോലെ തന്നെ നിന്റെ വീട്ടുകാരുടെ ഇഷ്ടവും. അതില്ലെങ്കിൽ നമ്മൾ ഒരുമിക്കില്ല. അവൾ ഞെട്ടലോട് അവനെ നോക്കി. അങ്ങനെ സംഭവിക്കും എന്നല്ലടാ, പക്ഷേ അവർക്കിഷ്ടമില്ലാതെ ഞാൻ ഒന്നിനും മുതിരില്ലെന്നാ പറഞ്ഞത്. അവൾക്കെന്തോ ഒരു ഉൾഭയം തോന്നി. എന്താടാ, നിന്റെ പേരൻസിന് എന്നെ ഇഷ്ടമാകില്ലേ? നിന്നെ എനിക്ക് തരാൻ അവർ സമ്മതിക്കില്ലേ? അവൾ അതിനുത്തരം പറഞ്ഞില്ല. അവൾ മെല്ലെ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. അവന് അതാദ്യത്തെ അനുഭവമാണ്. തന്നെ പ്രണയിക്കുന്ന പെണ്ണ് തൻ്റെ നെഞ്ചിൽ. അവന് വല്ലാത്തൊരു സന്തോഷം തോന്നി. കർത്താവേ, എല്ലാവരുടെ ഇഷ്ടത്തോടെ എൻ്റെ പ്രണയം സ്വന്തമാക്കാൻ സഹായിക്കണേ. അവൻ അവളെ ചുറ്റിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. അല്പനേരം പരസ്പരം പുണർന്നു നിന്നവർ അകന്നു മാറി. പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. വാ പോകാം. അവർ ഇറങ്ങാറായി. അവർ കൈ കോർത്തു പിടിച്ച് പുറത്തേക്ക് നടന്നു. അപ്പോഴും അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. കാറിനരികെ എല്ലാവരും നിൽക്കുന്നത് കണ്ട് അവൾ വേഗം അവൻ്റെ കയ്യിലെ പിടിവിട്ടു. അവൻ അവളെ എന്താ എന്ന പോലെ നോക്കി. അവൾ കൂടി നിന്നവരിലേക്ക് മിഴികൾ ഊന്നി. ജോർജ് അപ്പോൾ ശരണ്യയോട് സംസാരിക്കുകയാണ്.
അവളെ യാത്രയാക്കുകയാണെന്ന് സോഫിക്ക് മനസ്സിലായി. സോഫി അവരുടെ അടുത്തേക്ക് ചെന്നു. ഹാ സോഫി, ഞാൻ പോവാട്ടോ. ഇനി നിന്റെ മാരേജിന് വരാം. ഹേ, എന്റെ മാരേജോ? അവൾ പെട്ടെന്ന് തിരിഞ്ഞ് ജെറിയെ ഒന്ന് നോക്കി. പിന്നെ നിന്റെ മാരേജ്. വല്യപ്പച്ചൻ ഇപ്പോഴേ വർക്ക് എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞു, അല്ലേ വല്യപ്പച്ച? പിന്നല്ലേ, ഇത് മാത്രമല്ല, ഇനി ഏതൊരു ചടങ്ങിനും നീ മതി. നീ കൊള്ളാം. അയാൾ പറഞ്ഞതും അവൾ ചിരിച്ചു. ജാൻവിയോടും മറ്റുള്ളവരോടും യാത്ര പറഞ്ഞ് അവൾ യാത്രയായി. വല്യപ്പച്ചന്റെ അടുത്ത് നിൽക്കുന്ന സോഫിയുടെ അരികിലേക്ക് ജെറി നീങ്ങി നിന്നു. അവളുടെ കയ്യിൽ കോർത്തു പിടിച്ചു. അവൾ ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി. അവൻ കണ്ണുകൾ ചിമ്മിച്ചിരിച്ചു. ജെറി, നീ കാറെടുക്ക്. പിള്ളേരെ നേരെ തറവാട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. ഞാൻ ഇവരെ കൂട്ടി വരാം. മോളെ, നീ ഇവന്റെ കൂടെ പോയിക്കോ. എനിക്കേ ഔട്ട് ഹൗസിൽ കുറച്ച് പണിയുണ്ട്. ജേക്കബ് റീത്തയും റാഹേലിനെയും കൊണ്ടുപോയി. പെണ്ണിനെ കൈപിടിച്ച് കയറ്റണ്ടേ? നിങ്ങൾ അങ്ങെത്തുമ്പോഴേക്കും ഞാനും അങ്ങെത്തിക്കൊള്ളാം. ശരി വല്യപ്പച്ച. അടുത്തത് നിങ്ങളുടേതാ. ഹേ, എന്താ വല്യപ്പച്ച? അല്ല, ഇഷാന്റെ കെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തത് നീയും ഇവളൊക്കെയാണെന്ന് പറഞ്ഞതാടാ. ഹാ, അങ്ങനെ. ജെറി അവളെ ഒന്ന് പാളി നോക്കി. അത് കണ്ട് ജോർജ് ഒന്ന് ചിരിച്ചു. കാറിലിരിക്കുമ്പോ ജാൻവി പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് കണ്ട് ഇഷാന് പെരുത്ത് കയറി. ഇവളിതെന്താ, പാല എന്ന ഈ സ്ഥലം നേരത്തെ കണ്ടിട്ടില്ലേ? ഇത് മനഃപൂർവ്വം എന്നെ അവോയ്ഡ് ചെയ്യുന്നതാ. അവൻ നേരെ നോക്കുമ്പോഴോ ഡ്രൈവിങ്ങിലല്ല, ജെറിക്കുട്ടന്റെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ സോഫി കൊച്ചിലാ എന്ന് കണ്ടത്. എടാ UK തെണ്ടി, നീ ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കുവോ? റോഡിൽ നോക്കി ഓടിക്കടാ. ഇഷാന്റെ അലർച്ച കേട്ടതും 3 പേരും ഞെട്ടിപ്പോയി. ജെറി സഡൻ ബ്രേക്ക് ഇട്ട കാർ നിർത്തിയത്. എന്താടാ കോപ്പേ, മനുഷ്യനെ പേടിപ്പിക്കുന്നോ? നിന്റെ ശ്രദ്ധ എവിടാന്ന് കണ്ട് തന്നെയാ പറഞ്ഞത്. മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചോ, നടന്നു പോകുന്നവരെ കൂടി കൊലയ്ക്ക് കൊടുക്കാതെ. ഓ പിന്നെ, ഞാൻ ആദ്യമായല്ലേ ഡ്രൈവ് ചെയ്യുന്നത്. നീ ആദ്യമായല്ല ഡ്രൈവ് ചെയ്യുന്നേ, അത് സമ്മതിച്ചു. പക്ഷേ ഹൃദയം ഒരിടത്തും കണ്ണ് മറ്റൊരിടത്തും. അങ്ങനെയായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് ആദ്യമായിട്ടാ. ഇഷാൻ അത് പറഞ്ഞതും സോഫിയുടെ മുഖം വിളറി. അവളുടെ ആ മാറ്റം ജാൻവി കൃത്യമായി പിടിച്ചു. എടി കള്ളിപ്പൂച്ചേ, എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ രണ്ടും. കാണിച്ചു തരാം. എടാ ശ്യാമു, ദേ വേറെ ഓരോന്ന് മനസ്സിൽ വെച്ചിട്ട് ഓരോന്ന് വിളിച്ച് പറയല്ലേ. അവൻ ജാൻവി ഒന്ന് പാളി നോക്കി പറഞ്ഞു. കോപ്പ്, വണ്ടി എടുക്കടാ. ഇഷാന് ദേഷ്യം വന്നു. ജെറി, നീ ആരുടെയും അടിമയൊന്നും അല്ല, ആജ്ഞാപിക്കുമ്പോ അനുസരിക്കാൻ. നിന്റെ ഡ്രൈവിംഗ് പിടിക്കാത്തവർ വല്ല ഓട്ടോയും പിടിച്ചു വരട്ടെ. നീ നിന്റെ ഇഷ്ടത്തിന് വണ്ടി ഓടിച്ചാ മതി. ജാൻവി മുഖമേറ്റി പറഞ്ഞു. ഇഷാൻ അവളെ കൂർപ്പിച്ചു നോക്കി. അവൾ ഒരു ലോഡ് പുച്ഛം വാരി വിതറി. അതാണ് ജാൻ പറഞ്ഞ പിന്നെ എന്ത് നോക്കാൻ. ലെറ്റ്സ് ഗോ. ജെറി കാർ പറപ്പിച്ചു. സോഫി അവനെ കണ്ണെടുക്കാതെ നോക്കുന്നത് കണ്ട് ജാൻവിക്ക് സന്തോഷം തോന്നി. അവന്റെ മുഖത്തെ ആ സന്തോഷം അത് കണ്ട് ഈശാന്റെ ഉള്ളു നിറഞ്ഞു. തറവാട്ടിൽ ചെല്ലുമ്പോൾ കുറച്ചാൾക്കാരും റീത്തയും റാഹേലും ജേക്കബും അവരെ കാത്തു നിൽക്കുന്നു. ഇഷാനും ജാൻവിയും ഇറങ്ങിയതും റാഹേൽ അവരെ സ്വീകരിച്ച്
കുരിശ് വരച്ച് അകത്തേക്ക് ആനയിച്ചു. അവരെ ഇരുവരെയും രാജാക്കൂട്ടിലിരുത്തി മധുരം നൽകി. ഒരു ഗ്ലാസ് പായസം ഇരുവർക്കും ഓരോരുത്തരായി കോരി നൽകി. അപ്പോഴാണ് ജെറി മുന്നോട്ട് വന്ന് പായസം കൊടുത്തിട്ട് ഗ്ലാസ് ഇഷാന് നീട്ടുന്നത്. ഇഷാൻ അവനെ എന്താടാ എന്ന മട്ടിൽ നോക്കി. എടാ ശ്യാമു, ഞങ്ങളെല്ലാരും നിങ്ങൾക്ക് തന്നില്ലേ, ഇനി നിങ്ങൾ പരസ്പരം കൊടുക്ക്. എൻ്റെ പൊന്നു മോനെ ജെറി, നീയാടാ എൻ്റെ ചങ്ക്. ഇഷാന് സന്തോഷം അങ്ങടക്കാൻ വയ്യാതായി. ജാൻവിയാണെ ജെറിയെ കൂർപ്പിച്ചൊരു നോട്ടം. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. ജെറി അവളെ നോക്കി ഒന്നിളിച്ചു. ഇഷാൻ ആ ഗ്ലാസ് തട്ടിപ്പറിക്കും പോലെ വാങ്ങി. പായസം സ്പൂൺ കൊണ്ട് കോരി അവളുടെ നേർക്ക് തിരിഞ്ഞു. അവളോ വേറെ വഴിയില്ലാതെ അവൻ്റെ അടുത്ത് നിന്നും വാങ്ങിക്കഴിച്ചു. ഇഷാന്റെ സന്തോഷം കണ്ട് എല്ലാരും ചിരിച്ചു. അപ്പോഴാണ് ജോർജിന്റെ വരവ്. ഇത് കൊള്ളാലോടാ ഉവ്വേ, ഇതാരുടെ പ്ലാനാ? എന്റെ അല്ലാതെ പിന്നെ ആരുടെയാ വല്ലിപ്പച്ചാ? ഹാ, എന്നാ പിന്നെ ഇന്ന് നിനക്കൊരു പണി ഉറപ്പാ. ആരാ പണി തരുന്നേ? ജാൻവി, അല്ലാതാരാ? അയാൾ ചിരിച്ചു പറഞ്ഞതും ജെറിയുടെ മുഖം വിളറിപ്പോയി. ഹേയ്, എന്റെ ജാൻ എന്നോട് അങ്ങനെയൊന്നും ചെയ്യില്ല. ഒരു ഉറപ്പില്ലാത്തതുപോലെ അവൻ പറഞ്ഞു. അയ്യോടാ ജെറിക്കുട്ടാ, ആ പറച്ചിലിന് തന്നെ ഒരു ബലക്കുറവാണല്ലോടാ. അവൻ ജാൻവിയെ നോക്കി. ഇഷാൻ അവളുടെ നേർക്ക് ഗ്ലാസ് നീട്ടുന്നു. ജാനു, ദാ എനിക്കും താ. അവന്റെ ആ സന്തോഷം കൊണ്ടുള്ള പറച്ചിൽ. അവൾ അറിയാതെ ആ ഗ്ലാസ് വാങ്ങി പായസം കോരി അവന് നേരെ നീട്ടി. അവൻ വായ തുറന്നു പിടിച്ച് അതങ്ങ് വാങ്ങി. എന്റെ കർത്താവേ, ആ കൊച്ചും കൂടി കയറിപ്പോയേനെ ഇപ്പോ. ജോർജ് പറഞ്ഞതും അവിടെ കൂട്ടച്ചിരി ഉയർന്നു. അപ്പച്ചോ, ഇതെവിടെ പോയതാ? വന്നേ ഇങ്ങോട്ട്. പിള്ളേർക്ക് മധുരം കൊടുക്ക്. ജേക്കബ് കണ്ട പാടെ വിളിച്ചു. ജോപ്പാ, ആദ്യം മധുരം നൽകേണ്ട ആളാ. എവിടെ പോയതാ? ഞാൻ ഔട്ട് ഹൗസ് വരെയൊന്ന് പോയതാ കൊച്ചേ. എന്നാത്തിനാ ഇപ്പോൾ ഔട്ട് ഹൗസിൽ പോയത്? നമ്മളെല്ലാം സെറ്റാക്കിയതല്ലേ. അതല്ല കൊച്ചേ, ഇന്ന് പിള്ളേരെ മാത്രം അങ്ങോട്ട് വിടുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സ് പറഞ്ഞു. പിന്നൊന്നും നോക്കിയില്ല. ഇന്ന് രാത്രി ഒരടിപൊളി പാർട്ടി അങ്ങ് ഒരുക്കി. അവിടോ? പിന്നല്ല. എന്തായാലും കെട്ട് അധികം ആരെയും വിളിച്ചിട്ടില്ല. എന്നാ പിന്നെ വൈകുന്നേരം ഗ്രാൻഡ് പാർട്ടി അങ്ങ് നടത്താന്ന് വെച്ചു. ഞാനെല്ലാരെയും അറിയിച്ചു കഴിഞ്ഞു. പിന്നെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തു ഇങ്ങ് പോന്നു. എന്റെ ജോപ്പാ, ഞൊടിയിടയിൽ ഇത്രയൊക്കെ ഒപ്പിച്ചോ? പിന്നെ ഈ ഗ്രൂപ്പൊക്കെ എന്നാത്തിനാ കൊച്ചേ? ഞാൻ വിളിച്ചാ ആരെങ്കിലും എതിര് പറയുവോ? അയാളുടെ മീശ പിരിച്ചുള്ള ചിരിയിൽ റീത്തയും പങ്കുചേർന്നു. ഡാ മക്കളെ, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടേ. വൈകുന്നേരം നമ്മുടെ ഔട്ട് ഹൗസിൽ വെച്ച് ഒരു പാർട്ടി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ചടങ്ങിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. ഇഷാന്റെ മുഖത്തെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അത് കലക്കി വല്യപ്പച്ച. നമ്മുടെ ശ്യാമുവിന്റെ കെട്ട് നമ്മൾ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്ത്? ജെറി അയാളെ കെട്ടിപ്പിടിച്ചു. ഇഷാൻ ജാൻവിയെ ഒന്ന് നോക്കി. അവൾ ഏറെ പിടിച്ചിരിക്കുവാണ്. ഷെടാ, ഇവൾക്ക് സന്തോഷവുമില്ലേ? തുള്ളിക്കുതിക്കുന്ന മനസ്സ് അടക്കി നിർത്താൻ പാടുപെടുകയാണ് ജാൻവി. അവനുണ്ടോ അതറിയുന്നു. ചടങ്ങുകൾ കഴിഞ്ഞതും റീത്ത റാഹേലിനോട് മോളെ റൂമിലാക്കി വരാൻ പറഞ്ഞു. റാഹേൽ
അവളെയും കൊണ്ട് ഇഷാന്റെ റൂമിലേക്ക് നടന്നു. ജെറിയുമായി പ്രോഗ്രാം പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഇഷാൻ അവളെയും കൊണ്ട് റാഹേൽ മുകളിലേക്ക് കയറുന്നത് കണ്ട് കള്ളച്ചിരിയോടെ നിന്നു. റാഹേൽ തിരികെ വന്നതും ജെറിയോട് പോലും പറയാതെ ഒരൊറ്റ ഓട്ടമായിരുന്നു മുകളിലേക്ക്. എടാ എടാ ശ്യാമു, വിളിക്കേണ്ടടാ ജെറി, പോട്ടെ. ഓടിപ്പോയി കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ടട്ടെ. ജോർജ് ചിരിച്ചു. ജെറി കണ്ണുകൾ കുറുക്കി ജോർജിനെ ഒന്ന് നോക്കി. ജാനു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങിയ അവൻ നേരെ പോയി ബെഡിലേക്ക് വീണു. അവൻ പകച്ച് ചുറ്റും നോക്കി. വാതിലിൽ ചാരി നിന്ന് അവനെ രൂക്ഷമായി നോക്കി സാരിത്തുമ്പെടുത്ത് ഇടുപ്പിലേക്ക് കുത്തിയിറക്കുന്ന ജാൻവി. അവന്റെ കിളി പോയി. അവൻ വിളറിയ ഒരു ചിരി ചിരിച്ചു. ഞാൻ വരുമെന്നറിയായിരുന്നു അല്ലേ? അതെ, അറിയായിരുന്നു. ഈ മുതലിനെ എന്നേക്കാൾ നന്നായി വേറെ ആർക്കാ അറിയുക? അവൻ വിടർന്നു ചിരിച്ചു. അവൾ കുറുകിയ കണ്ണുകളോടെ അവന്റെ അരികിലേക്ക് നടന്നു. എന്താ ഉദ്ദേശം? അവൾ പുരികമുയർത്തി. അവൻ ചുമൽ കൂച്ചി. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഭാര്യ എന്ന അധികാരം വച്ച് വല്ല സ്വാതന്ത്ര്യം എടുക്കാൻ ശ്രമിച്ച. അവൾ വിരൽ ചൂണ്ടി. അവൻ പെട്ടെന്ന് അവളുടെ വയറ്റിലേക്ക് തൊടാനായിട്ടാഞ്ഞു. അവൾ പകച്ച് ചെരിഞ്ഞതും അവന്റെ മേലേക്ക് തന്നെ വീണുപോയി. അവൻ ബെഡിലേക്ക് വീണതും കൃത്യമായി അവളും അവന്റെ നെഞ്ചിൽ ലാൻഡ് ചെയ്തു. അപ്പോഴോ ഇരുവരുടെയും ചുണ്ടുകൾ തമ്മിൽ കോർത്തു. ജാൻവിയുടെ കണ്ണ് മിഴിച്ചുപോയി. അവൾ ബെഡിൽ കൈ കുത്തി ഉയർന്നു. സാരിത്തുമ്പിൽ ചവിട്ടി തെന്നി വീണ്ടും അവന്റെ നെഞ്ചിൽ തന്നെ. ഇപ്പോ അവനും ഒന്ന് കരുതി തന്നെ ഇരുന്നു. തന്റെ ചുണ്ടിനെ ലക്ഷ്യം വെച്ച് വന്ന ചുണ്ടിനെ അവനങ്ങ് സ്വന്തമാക്കി. കിട്ടിയ ചാൻസ് നമ്മുടെ ഇഷാൻ ശരിക്കും അങ്ങ് മുതലെടുത്തു. ജാൻവിയുടെ കൈകൾ ബെഡിൽ മുറുകി. അവന്റെ കൈകൾ ചുറ്റിപ്പിടിച്ചത് കാരണം അവൾക്ക് എണീക്കാനും കഴിഞ്ഞില്ല. ചുണ്ടിൽ നിന്നും നാവ് വായിലേക്ക് കടന്നതും അവളുടെ കണ്ണ് ബുൾസയായി. ഉമിനീരിന്റെ രുചി കൂടിക്കലരുമ്പോ കൈകൾ ചലിച്ചു തുടങ്ങി. ഗർത്തത്തിലെത്തി നിന്ന വിരൽ ആഴമളന്നതും അവൾ ഞെട്ടിപ്പോയി. മുട്ടിപ്പോയ ശ്വാസം വീണ്ടെടുത്ത് അവൾ പരവേശത്തോടെ വിരലിൽ പിടുത്തമിട്ടു. അതോടെ ശരീരഭാരം മുഴുവനായും നെഞ്ചിലേക്ക് അമർന്നു. മൃദുലമായവ നെഞ്ചിലമർന്നതും ഇരുവരും ഒരുപോലെ വിറച്ചുപോയി. തന്നിലറിഞ്ഞ ആ സ്പർശം അവന്റെ സിരകളിൽ രക്തയോട്ടം കൂട്ടി. ചുംബനം തീവ്രമായതും അവൾ അല്പം പണിപ്പെട്ട് ചുണ്ടുകൾ വലിച്ചെടുത്തു. വലിഞ്ഞ് നിരങ്ങി എണീറ്റ് നിന്നു. ഛേ! അവൻ കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്ന പെണ്ണ് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നു. അവളുടെ മുഖം ചുവന്ന് തുടിത്തിരുന്നു. എന്നെ നോക്കി പേടിപ്പിക്കണ്ട, ഞാനൊന്നുമല്ല. നീയല്ലേ വീണത്, അതും എന്റെ മുകളിലോട്ട്. അങ്ങനെ വീണ ഇയാൾക്കിഷ്ടമുള്ള ചെയ്യുവോ? പെണ്ണ് കലിപ്പിലാണ്. അതിപ്പോ എല്ലാവരോടും ഇല്ല. എന്റെ ജാനു ഇങ്ങനെ വീണ എനിക്ക് പിന്നെ ദേ ഒരെണ്ണം അങ്ങ് വെച്ച് തരും ഞാൻ. ഹാ, വേഗം വേഗം താ ജാനു. എവിടെയാ? എന്റെ ഇഷ്ടം നോക്കണ്ട, ജാനുവിന് ഇഷ്ടമുള്ളിടത്ത് തന്നു. വേഗം വേണം. ആ ഒരിത് പോകും മുൻപ് താ ജാനു. അവൻ കണ്ണുകൾ അടച്ച് ചുണ്ടുകൾ കൂർപ്പിച്ച് അങ്ങനെ ഇരുന്നു.
ഓ! ഉയർന്നു വന്ന കലിയിൽ കൈകൾ ചുരുട്ടി അവൾ അലറി. ഇഷാന്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരി കണ്ടതും അവൾ ഛേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. അവളുടെ ചുണ്ടിന്റെ കൂണിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. ഇഷാൻ മെല്ലെ ഒരു കണ്ണു തുറന്നു അവളെ ഒന്ന് നോക്കി. പിന്നെ ചിരിയോടെ ബെഡിലേക്ക് മലർന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോ ഈ സ്റ്റോറി വന്ന ടൈം അത് നോട്ട് ചെയ്തോട്ടോ. നാളെ മുതൽ ഈ ടൈം സ്റ്റോറി വരുന്നതാണ്. അങ്ങനെ തരണമെന്നാണ് ആഗ്രഹം. സക്സസ് ആകുമെന്ന് നോക്കാം. പിന്നെ ഇന്നത്തെ റിവ്യൂ ഇങ്ങോട്ട് പോരട്ടെ. ലൈക്ക് മുഖ്യം ബിഗിലേ. എന്നാലേ സ്റ്റോറി എഴുതാൻ ഒരിത് ഏത് മനസ്സിലായല്ലോ അല്ലേ? അത് ആ ഒരിത് വരുള്ളൂ. അപ്പോൾ ഞെക്കി പൊട്ടിക്കങ്ങോട്ട്.